Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LDC വേരിയസ് കാറ്റഗറി നമ്പർ 207/2019 ഇതിൻ്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. 1-ാം തീയതി 1/8/2025 തന്നെ പുതിയ റാങ്ക് ലിസ്റ്റായ 503/2023 റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആകുന്നതായിരിക്കും. നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് 207/2019 ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴും കുറച്ച് വേക്കൻസിയും കൂടെ 207/2019 വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്വൈസ് കഴിയുമ്പോഴത്തേന് ഏകദേശം ആഗസ്റ്റ് പകുതിയോളം ആവും. അത് കഴിയുമ്പോഴായിരിക്കും 503/2023 വേക്കൻസി ആഡാവുന്നതും അതുപോലെ തന്നെ അതിനകത്തുനിന്ന് അഡ്വൈസ് അയക്കുന്നതും. അപ്പോൾ നമ്മളിപ്പം ചെക്ക് ചെയ്യുന്നത് ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. കാറ്റഗറി നമ്പർ 207/2019 ടോട്ടൽ അഡ്വൈസും അതുപോലെ തന്നെ OC പൊസിഷനും നമ്മൾ ജസ്റ്റ് നോക്കി പോകാം. അതുപോലെ തന്നെ നമുക്ക് മറ്റന്നാളിൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് അനാലിസിസ് നോക്കാം. അതിന് മുമ്പിട്ട് പറയുന്നത് ശരിയല്ല, റാങ്ക് ലിസ്റ്റ് വരട്ടെ, അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 207/2019 ഓരോ ജില്ലയിലെയും ടോട്ടൽ അഡ്വൈസും OCയും നമുക്ക് നോക്കി പോകാം. തിരുവനന്തപുരത്ത് 1259 അഡ്വൈസാണ് ടോട്ടൽ പോയിരിക്കുന്നത്. അതിൽ 841 റാങ്ക് OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഓക്കെ, അടുത്ത കൊല്ലത്ത് ടോട്ടൽ അഡ്വൈസ് 823 520 ആൾക്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 613 ടോട്ടൽ അഡ്വൈസ്. OCയിൽ നിന്ന് 372 റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ആലപ്പുഴയിൽ 738 ടോട്ടൽ അഡ്വൈസ്. 469 റാങ്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. കോട്ടയത്ത് 770 ടോട്ടൽ അഡ്വൈസ്. 503 റാങ്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇടുക്കിയിൽ 570 ടോട്ടൽ അഡ്വൈസ്. 404 ആൾക്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. എറണാകുളത്ത് 1198 ടോട്ടൽ അഡ്വൈസ്. 842 ആൾക്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. തൃശ്ശൂർ 1020 ടോട്ടൽ അഡ്വൈസ്. 699 റാങ്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. പാലക്കാട് 923 ടോട്ടൽ അഡ്വൈസ്. 617 റാങ്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. മലപ്പുറത്ത് 1065 ടോട്ടൽ അഡ്വൈസ്. 756 റാങ്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. കോഴിക്കോട് 907 ടോട്ടൽ അഡ്വൈസ്. 602 ആൾക്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. വയനാട് 382 ടോട്ടൽ അഡ്വൈസ്. 248 റാങ്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. കണ്ണൂർ 942 ടോട്ടൽ അഡ്വൈസ്. 632 ആൾക്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. കാസർഗോഡ് 396 ടോട്ടൽ അഡ്വൈസ്. 250 ആൾക്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വേക്കൻസിയും കൂടെ ആഡായിട്ടുണ്ട്. ഇനിയും വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് പകുതിയോടുകൂടി തന്നെ 207/2019 ബാക്കി വേക്കൻസിയും കൂടെ ആഡായിട്ട് അതിൽ നിന്നെല്ലാം അഡ്വൈസ് പോയതിനു ശേഷം മാത്രമേ പുതിയ റാങ്ക് ലിസ്റ്റിലോട്ട് വേക്കൻസി ആഡാവട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് 1259 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. എറണാകുളത്ത് 1198 അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ 1020 അഡ്വൈസ് പോയിട്ടുണ്ട്. മലപ്പുറത്തും 1065. 1000 പുറത്തു പോയത് 4 ജില്ല: തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം. ഓക്കെ, തൊട്ടു പുറകിൽ തന്നെ ഉണ്ട് കണ്ണൂർ 942 അഡ്വൈസോട് കൂടി പുറകെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് 907 അഡ്വൈസോട് കൂടി അതിന് തൊട്ട് പുറകെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അഡ്വൈസ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് തിരുവനന്തപുരമാണ്, 1259. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കുറവ് അഡ്വൈസ് പോയിരിക്കുന്നത് ഏത് ജില്ലയാണെന്ന് നോക്കിയാൽ വയനാടാണ്. 382 ടോട്ടൽ അഡ്വൈസ് അവിടെ പോയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നും ഏകദേശം സെയിം തന്നെ ആയിരിക്കാം ഇനി വരാനുള്ള റാങ്ക് ലിസ്റ്റിന്റെ സ്ഥിതിയും. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ റാങ്ക് എത്രയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. തൊട്ട് മുകളിൽ നമ്മുടെ അതേ റിസർവേഷനുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് റിസർവേഷൻ, അതായത് സപ്ലിമെന്റൽ ലിസ്റ്റിൽ അഡ്വൈസ് പോകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ 207/2019 റിസർവേഷൻ കാറ്റഗറിയിലുമുള്ള അഡ്വൈസിൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മറ്റന്നാളിൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം, പുതിയ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം വേക്കൻസിയൊക്കെ ആഡാകുന്നതിനനുസരിച്ച് നമുക്ക് ഡെമോ റൊട്ടേഷൻ ചാർട്ടൊക്കെ ചെയ്യാം. മറ്റന്നാൾ പുതിയ റാങ്ക് ലിസ്റ്റിനെ നമുക്ക് കാത്തിരിക്കാം. ലിസ്റ്റിലുള്ള എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം. അതുപോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. അതിന്റെ ഫോളോ അപ്പ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി.